ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടൻ രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുരുമുളകും ജീരകവും ഒക്കെ ഇട്ട ഈ രസം ഈ മഴക്കാലത്ത് കുടിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചുമ, തൊണ്ടവേദന, പനിയൊക്കെ ഉള്ള സമയത്ത് ഇത് കുറച്ച് ചൂടോടെ കുടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു സുഖമാണ് കിട്ടുക. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ നാടൻ രസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, മുഴുവൻ കുരുമുളക്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ഹോൾ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഞാനിവിടെ ഒരു മൺചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കടുകൊക്കെ സാധാരണയായിട്ട് കുറവാണ് ഉപയോഗിക്കുകയുള്ളൂ. ഇവിടെ കണ്ണൂട്ടിക്ക് കടുക് ഞാൻ കുറവാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചും കൂടി കടുക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് 2 പറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലിട്ടിട്ട് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ജീരകവും മല്ലിയും കുരുമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ പൊടികളുടെ പച്ചക്കുത്ത് പോണ വരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് പുളിയോ വെള്ളമോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ല പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടിയും പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിതിലിപ്പോൾ പുളിയൊക്കെ കറക്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് തീയെ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ രസം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം കട്ടിക്കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടി ഉള്ളതെന്ന് വെച്ചാൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ രസത്തിന് കട്ടിക്കായം ചേർക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റും കൂടിയും ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ആ പുളിയുടെ കുത്തൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ നാടൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പം എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ രസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റത്തെ ഈ ശർക്കരയുടെ സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും ചേർത്തിരിക്കണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മഴ സമയത്ത് പനിയും ചുമയും തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ രസം ഉണ്ടാക്കിയിട്ട് ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു സുഖം കിട്ടും. അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റാണ്, നല്ലൊരു സുഖമാണ് നമുക്ക് കിട്ടുക.
അപ്പോൾ നമ്മുടെ കുരുമുളക് ഇട്ട നാടൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.